ഞാൻ ജയശ്രീ. എല്ലാവർക്കും ദേവദത്തം ടൈംസിലേക്ക് സ്വാഗതം. 2 ആഴ്ച മുമ്പ് ഞാനന്ന് അഹമ്മദാബാദിൽ പോയിരുന്നു. വളരെ രസകരമായൊരു അനുഭവമായിരുന്നു അത്. ആദ്യം ഞങ്ങൾ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദാബാദിൻ്റെ ആ ഒരു പഴമ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. അതായത് ഒരു ഹെറിറ്റേജ് വാക്ക്. രാവിലെ 8 മണിക്ക് തുടങ്ങി ഒരു 10-10:30 അവസാനിക്കുന്ന ഒരു നടത്തം. നമ്മൾ ഒരു 150 പേരുണ്ടായിരുന്നു അതിന് പങ്കെടുക്കാനായിട്ട്. നമ്മളൊരു സ്ഥലത്ത് അസംബിൾ ചെയ്യാൻ പറഞ്ഞു. മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് അസംബിൾ ചെയ്തു. എന്നിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും 2 ലാംഗ്വേജ് വേണ്ട ആൾക്കാരായിട്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു. 2 പേർക്കും ഓരോരോ ഗൈഡും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തുടങ്ങിയത് ഒരു ശരിയായ ഗുജറാത്തി ടെമ്പിള്, ആ ഒരു ടെമ്പിളിൻ്റെ ഒരു അമ്പലത്തിൻ്റെ എല്ലാ പാരമ്പര്യപരമായ രീതികളിൽ പോകുന്ന ഒരു അമ്പലം. അതിൽ എങ്ങനെയാണ് പ്രാർത്ഥന, പൂജ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ അമ്പലങ്ങളിലുള്ള സങ്കല്പങ്ങളെക്കാളും കുറച്ച് വ്യത്യസ്തമായിരിക്കുമല്ലോ എപ്പോഴും അങ്ങനത്തെ നോർത്തിലേക്ക് പോകും തോറും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തുടങ്ങി നമ്മൾ പിന്നെ പോകുന്നത് ഒരു സ്ട്രീറ്റിൽ കൂടിയാണ്. കുറേ സ്ട്രീറ്റിൽ കൂടി തന്നെയാണ് നടക്കുക. വളരെ കുറച്ച് ഇടുങ്ങിയ വഴികൾ. അതിൽ കൂടി ചിലപ്പോൾ ചില സമയത്തൊക്കെ ഒരു ആൾക്ക് മാത്രം നടക്കാൻ പറ്റുന്ന പാതകൾ. പക്ഷെ ഓരോന്നിനും ഓരോ ഗാവ് അല്ലെങ്കിൽ ആ സ്ട്രീറ്റിനൊരു പേരുണ്ടാവും. അങ്ങനെയാണ്. അതിലെ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ട്രീറ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഗാവ് എന്ന് അവർ ഉദ്ദേശിക്കുന്നതിൻ്റെയും ഒരു എൻട്രൻസിൽ ഒരു ചെറിയൊരു ഗോപുരം മാതിരി, ഒരു ചതുരത്തിലൊരു ഗോപുരം മാതിരി കുറച്ച് നല്ല ഉയരത്തിൽ ഇതുണ്ടാവും. ഒരു ഗേറ്റ് പോലെ ഉണ്ടാവും. ആ ഗേറ്റിൻ്റെ മുകളിലത്തെ പോർഷനിൽ ഒരു നീളത്തിൽ ഒരു റൂം അല്ലെങ്കിൽ ഒരു ഹാള്, അതിനവർ മുറി എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ അവിടെ ഗാർഡ്സ് ഉണ്ടായിരുന്നു. ആ ഓരോ ഗാർഡും ഇങ്ങനെ ഡ്യൂട്ടി മാറി മാറി ഉണ്ടാവും. അപ്പം ആ ഗാർഡാണ് ഓരോരുത്തരും അപരിചിതരാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് അകത്തേക്ക് കിടക്കുന്നത് എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. കാരണം അവർ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. കുഴപ്പമില്ലാത്ത ആളാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് ആ അപരിചിതന് കിടക്കാൻ പറ്റുള്ളൂ. ഇപ്പം അതൊന്നുമില്ല. പക്ഷെ അതിനിപ്പോഴും വാതിലും അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ അത് ഓരോ സ്ട്രീറ്റിൻ്റെയും എൻട്രൻസിലുണ്ടാവും. ഒരു സ്ട്രീറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കുറേ വീടുകളുണ്ട്. ഈ വീടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താഴത്തും മുകളിലും അങ്ങനെ മൂന്ന് ഫ്ലോറിലായിട്ടെന്ന് നമ്മൾ പറയണ മാതിരി വീടുകളുണ്ട്. കുറേ വീടുകളുണ്ട്. അത് ഫ്രണ്ടിൽ കാണുമ്പോൾ ചെറിയ പോർഷനാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ബാക്കിലേക്കാണ്, ഉള്ളിലേക്കാണ് സ്ഥലം മുഴുവൻ ഉണ്ടാവുക. അപ്പം ഈ 2 വീടുകൾ തമ്മിൽ തിരിക്കുന്ന ഭിത്തി കോമൺ ആയിരിക്കും. അത് രണ്ടും തമ്മിൽ ഒട്ടും വേറെ സ്പേസ് ഇല്ല. നമ്മളൊക്കെ ഇവിടെ ചെയ്യണ മാതിരി മതിലുകളോ ഒന്നും വേർതിരിവോ ഒന്നുമില്ല. അത് വലിയൊരു ബിൽഡിങ്ങിൽ ശരിക്കും ഒരു 6 ഫാമിലി താമസിക്കുന്നുണ്ടെങ്കിൽ 3 ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ ഒറ്റ ഭിത്തിയിലാണ് ഈ 3 ഫാമിലി ഇപ്പുറത്തും 3 ഫാമിലി ഇപ്പുറത്തുമായിട്ട് താമസിക്കുന്നത്. അതൊരു നല്ല കാഴ്ചയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് അവിടെ ഭൂകമ്പത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം, അത് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനത്തെ കൺസ്ട്രക്ഷൻ. ആ പഴയ കൺസ്ട്രക്ഷൻ ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെ തന്നെയാണ് കുറേ ആൾക്കാർ താമസിക്കുന്നത്. കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് വിട്ടുപോയി. പക്ഷേ അവിടുന്ന് അവർക്ക് ഓരോരുത്തർക്കും അത് സെയിലാക്കാൻ അവകാശമില്ല. ആ വീടിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ പോലും അതിന് വേറെ എന്തൊക്കെയോ പഴയ നാട്ടുരാജാക്കന്മാരുടെ കയ്യിലായിരുന്ന സാധനങ്ങളായതുകൊണ്ടായിരിക്കും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഗവൺമെൻറ്റിൽ കുറേ പ്രോസസ്സ് നടന്നാൽ മാത്രമേ, എന്നിട്ട് അവർ വന്നിട്ട് നോട്ടീസൊക്കെ ഒട്ടിച്ച് അങ്ങനെയാണെങ്കിൽ മാത്രമേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് വിൽക്കാനായിട്ട് ഇപ്പോഴും പറ്റില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്കും റീകൺസ്ട്രക്ഷന് മാത്രമാണ് അവർക്ക് അവകാശമുള്ളൂ, വിൽക്കാൻ പറ്റില്ല. ആ റീകൺസ്ട്രക്ഷൻ വേണമെങ്കിൽ തന്നെ ഇതുപോലെ ഗവൺമെൻറ്റിനെ അറിയിച്ച് അവർ കുറേ പ്രോസസ്സിലേക്ക് കൂടി കടന്നു പോയിട്ട് നോട്ടീസൊക്കെ കൊണ്ടുവന്ന് പതിച്ച് അതിനുശേഷം മാത്രമാണ് അവർക്ക് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോലെ അവകാശമുള്ളൂ. അത് ഗവൺമെൻറ് പറയും എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടതെന്ന്. അതിൻ്റെ ഇപ്പോഴുള്ള ആ പഴയ സ്ട്രക്ചർ ഒന്നും കളയാനായിട്ട് അവർ സമ്മതിക്കില്ല. അതുപോലെ മോഡിഫൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വേറൊരു കാഴ്ച കാണുന്നത് പക്ഷികൾക്ക് തീറ്റ കൊടുക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാരുടെ ഒരു വിനോദമോ നന്മയോ എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ്. എവിടെ പോയാലും നമ്മളത് കാണാം. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി ഇടയ്ക്ക് ഒരു സ്തൂപം, മുകളിലൊരു ഡോംബ് പോലത്തെ ഒരു കാര്യവും പിന്നെ താഴത്തൊരു തൂണുമായിട്ട് താഴത്തൊരു പ്ലാറ്റ്ഫോമും ഉണ്ടാവും. അങ്ങനെ ഒരു കാഴ്ച കാണാം. അവിടെ ആ താഴത്ത് വെച്ച ചതുര പ്ലാറ്റ്ഫോമിൻ്റെ താഴത്തുമായിട്ട് ഒരു അറ ഉണ്ടാവും. അതിനകത്ത് പക്ഷികൾക്ക് അല്ലെങ്കിൽ പ്രാവ് അതിനൊക്കെ കൊടുക്കാനുള്ളൊരു തീറ്റ, ധാന്യങ്ങൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും അതിൽ നിന്ന് എടുത്തിട്ട് പക്ഷികൾക്ക് കൊടുക്കാം. പക്ഷികൾ മുകളിൽ താമസിക്കാനാണ് ഈ ഡോംബ് പോലത്തെ ഒരു കൂട് ഉള്ളത് എന്ന് തോന്നുന്നു. നമുക്കത് താഴ്ത്തിടാം. ആ താഴ്ത്ത് വന്ന് പക്ഷികളൊക്കെ കൊത്തി തിന്നും. അതൊരു നല്ല കാഴ്ചയാണ്.
ഞാൻ എവിടെയും കാണാത്തൊരു രസകരമായ കാഴ്ചയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് കാണാം നമുക്ക്. പിന്നെ ഈ വീടുകളിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ യുദ്ധവും ഒക്കെ സർവ്വസാധാരണമായിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരു വീടിന്റെ ഫ്രണ്ട് പോർഷൻ, അതായത് ഒരു ഭിത്തിയുടെ ഫ്രണ്ട് പോർഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഒരു വാതിലുണ്ടാവും. ആ വാതിൽ പോലെ തന്നെ ചിലപ്പോൾ 2 or 3 വാതിലുകൾ അപ്പുറം ഇപ്പുറയൊക്കെ കാണാം. അതേ രൂപം ഇവർ പറയണത് എന്താ വെച്ചാൽ, ആക്രമിക്കാൻ വരുന്ന പണ്ട് കുതിരപ്പടകളും ഒക്കെ ഉള്ള സമയത്ത് കുതിരകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറി പോകും. അത്രയ്ക്കും ഒരു സാധാരണ രീതിയാണ് അവിടെ. അപ്പോൾ അല്ലെങ്കിൽ എന്തായാലും ആൾക്കാരെ ആക്രമിക്കാൻ വരുമ്പോൾ 3 or 4 വാതിലുകളാണ് ശരിക്കും ഉണ്ടെന്ന് ആ വരണ ആള് വിചാരിക്കുന്നത്. പക്ഷെ ഒറ്റ വാതിലേ ഒറിജിനൽ ഉള്ളൂ. ബാക്കിയെല്ലാം ആ ഭിത്തിയിൽ തന്നെ ഉണ്ടാക്കി വെച്ച വാതിലിന്റെ രൂപങ്ങളാണ്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ വാതിലാന്നേ തോന്നുള്ളൂ കേട്ടോ. അപ്പൊ മറ്റ് ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സമയം കൊടുക്കലാണ് ഈ ഒറിജിനൽ വാതിൽ ഒന്നേ ഉള്ളൂ എന്ന് തോന്നിപ്പിക്കുന്നത്. അതിന്റെ ഉള്ളിൽ കൂടി തന്നെ വഴിയുണ്ട്. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടി തന്നെ പുറത്തേക്ക് പോകാനുള്ള വഴികളൊക്കെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതൊരു നല്ല കാഴ്ചയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാനം നമുക്കൊരു 10-10:30 ആകുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരിടത്ത് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ശരിക്കും ഗുജറാത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിൽ ഒരു വലിയ പ്ലേറ്റിൽ ഒരു 10-12 ഐറ്റം ഉണ്ട്. നമ്മളൊക്കെ ഇവിടെ സങ്കല്പിക്കുന്ന മാതിരി ഒരു ഖനത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല അത്. കാരണം ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ പൊറോട്ട അങ്ങനത്തെ ഒന്നുമല്ല. കുറേ വറുത്ത സാധനങ്ങൾ, പിന്നെ കുറേ ഗുജറാത്തികളുടെ മധുരപ്രിയരാണല്ലോ, അത് കുറേ മധുരം, അതൊക്കെ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ അവർ എണ്ണയിലൊക്കെ വറുത്തെടുക്കുന്നത്. വളരെ വളരെ സ്വാദുള്ളതും ഒരു പ്രത്യേക തരം കോമ്പിനേഷനുമാണ്. ഈ വറുത്തൊരു സാധനത്തിന് ഒരു ചമ്മന്തി എന്നൊക്കെ പറയുന്നത് വേറൊരു രീതിയാണ്. ആദ്യമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ രീതി അല്ലാത്തത് കൊണ്ട് നമുക്ക് മടുക്കും. ഇത് പക്ഷെ കഴിച്ച് തീർക്കണം. നമ്മൾ പൊതുവെ കളയാറില്ല അവിടെ ആരും. എല്ലാവരും വളരെ സ്വാദിഷ്ടമായിട്ടാണ് കഴിക്കുന്നത്. ഇന്നെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ചായ തരുന്നതാണ്. ഒരു ചെറിയ ഗ്ലാസ്സിൽ ഇത്രേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു പ്രാവശ്യം കുടിക്കുന്നതിൻ്റെ 1/4 മാത്രമേ ആ ചായ ഉണ്ടാവുള്ളൂ. 10 രൂപ, സാധാരണ 10 രൂപയ്ക്ക് ഇത്രയുള്ള ഒരു ഗ്ലാസ്സിൽ ചായ കിട്ടും. ആ ചായ എന്ന് പറയുന്നത് അവർക്ക് തോന്നുന്നു ഒരു പാത്രത്തിൽ ഇട്ടിട്ട് 1/2 മണിക്കൂർ കുറുക്കി എടുത്തിട്ടാണ് ആ ചായ ഉണ്ടാക്കുന്നത് തന്നെ. ആ ചായ ഒരു നല്ലൊരു പ്രോസസ്സാണ്, മസാല ടീ ആണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ആ കുടിച്ച മാതിരി ഒരു 1.5 ചായയാണ്. ആ ചായയും വളരെ നല്ല രുചിയാണ്. ഞാൻ ചായ തീരെ കുടിക്കാത്ത ഒരാളാണ്, പക്ഷെ അവിടെ പോയിട്ടൊരു അവിടുത്തെ ചായ പ്രേമിയായി എന്ന് പറയാം. അത്ര രസകരമായൊരു കാഴ്ചയായിരുന്നു ഈ അഹമ്മദാബാദിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. എല്ലാവരും അവിടെ പോകണം, അത് അനുഭവിക്കണം. അനുഭവിച്ചാലേ അത് അറിയുള്ളൂ. അത്ര രസകരമായ ഒരു അനുഭവമായിരുന്നു എനിക്കത്. താങ്ക് യു.